ആ അംഗത്തിനും അവരുടെ രണ്ടാനച്ഛനും തമ്മിലുള്ള അനാചാരപരമായ ലൈംഗിക ബന്ധമുണ്ടെന്ന തരത്തിലുള്ള സൂചനകളും ആരോപണങ്ങളും അവൾ മോഹൻലാലിന്, ബാക്കി ഞാൻ പറയുന്നില്ല, അത് അശ്ലീലമാണ്. ടിനി ടോം ചേട്ടന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും വരില്ല എന്ന് ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? ഈ ടിനി ടോമിൻ്റെയും അൻസിബയുടെയും വിഷയത്തിൽ പുതിയ കുറച്ച് തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. തെളിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീന കുറുപ്പ് അമ്മയിൽ എഴുതി കൊടുത്ത പരാതിയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ ആലപ്പി അഷ്റഫ് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനലിനകത്താണ് ഇത് പുറത്തു വന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ടിനി ടോം എന്ന് പറയുന്ന ഒരുത്തൻ ഇവൻ എത്രത്തോളം ഒരു നാറിയാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതായത് പച്ചത്തെറിയാണ് ഇയാൾ സ്ത്രീകളെ വിളിച്ചിരിക്കുന്നത്. പല തവണയും നമ്മൾ ഇയാളെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്, ചെയ്ത സമയത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇയാൾ വെറും കള്ളനാണ്, ഇയാൾ കുറച്ച് പിടിപാടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അതായത് കുറേ കള്ളത്തരങ്ങൾ കാണിക്കുന്നത്. അതായത് ആരെങ്കിലും വീഡിയോ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലോ ഇയാൾ അന്നേരം അങ്ങ് ഇറങ്ങുവാണ് അവരുടെ ചാനൽ പൂട്ടിക്കാനും സൈബർ സെല്ല് വഴി വിളിച്ച് പറയിപ്പിക്കാനും അങ്ങനെയുള്ള പല പല പരിപാടികളും ഉണ്ട് ടിനി ടോമിന്. പിന്നെ അതേപോലെ തന്നെ ടിനി ടോമിൻ്റെ മകൻ്റെ ഒരു പ്രകടനവും നമ്മൾ കണ്ടതാണ്. അന്നേരം എല്ലാം നമ്മൾ പോട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഇവരുടെ ഭാഗത്തു നിന്ന് മേ ബി എന്തെങ്കിലുമൊക്കെ ന്യായം കാണുമായിരിക്കും എന്നൊക്കെ വെച്ചിട്ട് കൂടുതലായിട്ടൊന്നും ഒന്നും പറയാനായിട്ട് നിന്നിട്ടില്ല. പക്ഷേ ഈ ടിനി ടോമിനെതിരെ ഇപ്പോൾ ഈ നീന കുറുപ്പ് എഴുതി കൊടുത്ത പരാതി കേട്ട സമയത്ത് എന്താ ഇയാളെ വിളിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. 2026 ഫെബ്രുവരി 13 കൊച്ചിയിലെ റീജിയണൽ സ്പോർട്സ് സെന്ററിലെ അമ്മ കുടുംബ സംഗമത്തിന്റെ റിഹേഴ്സലിനായി നിരവധി അംഗങ്ങളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റുള്ളവരും സന്നിഹിതരായിരിക്കെ ശ്രീ ടിനി ടോം എന്നെ പരസ്യമായി അസഭ്യവും അശ്ലീലവും അപമാനകരവുമായ മലയാളം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ച് അദ്ദേഹം എന്നെ വിളിച്ച വാക്കുകൾ ചുവടെ പറയുന്നതാണ്. മുഴുവൻ എനിക്ക് വായിക്കാൻ പറ്റില്ല. മൈ പൂമോളെ, നിന്റെ അമ്മയുടെ ഡാഷ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ ആഴത്തിൽ അപമാനിക്കുകയും എന്റെ ഒരു സ്ത്രീയെ വിളിക്കുന്ന വാക്കുകളാണ് ടിനി ടോം. ഇയാൾ എത്രത്തോളം കള്ളനും ഒരു ക്രിമിനലുമാണെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. തനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വിളിക്കണമെങ്കിൽ തിരിച്ച് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെ പെണ്ണുങ്ങളെ വിളിച്ചിട്ടല്ല ആണത്തം കാണിക്കേണ്ടത്. ഈ ടിനി ടോമിനെ എന്നേക്കുമായി സിനിമയിൽ നിന്ന് ബാൻ ചെയ്യണം. കാര്യം അവനെ പോലെയുള്ളവന്മാരൊന്നും ഒരിക്കലും ആ ഒരു സംഘടനയിൽ ഇരിക്കരുത്. ഒരുപാട് നല്ല നല്ല വ്യക്തികൾ അതിൻ്റെ ടോപ്പ് സ്ഥാനത്തിരുന്നിട്ടുണ്ട്. അവരുടെയും കൂടെ പേര് കളയാനായിട്ടാണ് ഈ ടിനി ടോമിനെ പോലുള്ളവന്മാർ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. വ്യക്തിത്വത്തിനും ആത്മാഭിമാനത്തിനും ഗുരുതരമായ മുറിവേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം കൈമുട്ട് മുറുക്കി ആക്രമണോത്സുകമായ രീതിയിൽ എന്റെ നേരെ മുന്നേറുകയും എന്നെ ശാരീരികമായി ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനുമുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അവിടെ ഇത്രയും ഒരു പ്രശ്നം നടന്നിട്ടും എന്തുകൊണ്ട് ഇവരാരും ആക്ഷൻ എടുക്കുന്നില്ല? പലതവണയും ഇങ്ങനെ ഇഷ്യൂസുകൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പലതവണ ഇങ്ങനെ ഇഷ്യൂസ് റൈസ് ചെയ്യുന്ന സമയത്ത് ടിനി ടോമിനെതിരെ യാതൊരുവിധ ആക്ഷൻസ് കൊടുക്കുന്നില്ല. ശ്വേതാ മേനോൻ്റെ ഒരു നിലപാട് കണ്ടില്ലേ, പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും അറിയാത്ത രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ ശ്വേതാ മേനോനൊക്കെ ആ ഒരു സ്ഥാനത്തോട്ട് വരുന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ആൾക്കാർക്ക്, അതായത് ഇനിയെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അതായത് വലിയ രീതിയിലുള്ള കംപ്ലയിൻസോ സ്ത്രീകൾക്ക് നേരെയുള്ള ചൂഷണങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ശ്വേതാ മേനോനൊക്കെ റിയാക്ട് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ എന്ത് തേങ്ങയാണ് നടക്കുന്നത്? അതുമാത്രമല്ല, വേറൊരു സംഭവം 2-3 ദിവസത്തിന് മുന്നേ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ഒരു അമ്പലം 75 ലക്ഷം രൂപ എങ്ങാണ്ട് അമ്മയ്ക്ക് എങ്ങാണ്ട് കൊടുത്തിട്ട് അമ്പലത്തിൻ്റെ എന്തോ പരസ്യത്തിൻ്റെ കാര്യമായിട്ട് അങ്ങോട്ട് ബന്ധപ്പെട്ട്. അമ്പലത്തിനൊക്കെ എന്തിനാ പൈസ? ഈ ഭക്തജനങ്ങളുടെ കാശ് എടുത്ത് വെച്ചിട്ടാണോ നീയൊക്കെ ഈ മറ്റേ പരിപാടി എന്നും സ്പോൺസർഷിപ്പ് എന്നും പറഞ്ഞിട്ട് പൈസ വാരി എറിയുന്നത്? എന്നൊക്കെ നാണോമാനം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ? അറിയാൻ മേലായിട്ട് ഞാൻ ഒയ്യുക. അതുമാത്രമല്ല, ഈ അമ്മ എന്തിനാണ് ഇവരുടെ പോലെയുള്ള അമ്പലത്തിൻ്റെയൊക്കെ കയ്യിൽ നിന്ന് ഈ 75 ലക്ഷം രൂപയൊക്കെ സ്പോൺസർഷിപ്പ് എടുക്കേണ്ട ആവശ്യം? കോടീശ്വരന്മാരാണല്ലേ സിനിമാ നടന്മാർ. ഒരു പടത്തിന് എത്ര ലക്ഷം രൂപയാണ് നിങ്ങളുടെയൊക്കെ റെമ്യൂണറേഷൻ? നിനക്കൊന്നും സത്യം പറഞ്ഞാൽ യാതൊരുവിധ നാണവമാനവും ഇല്ലേ? അറിയാൻ മേലായിട്ട് ചോദിക്കുമോ? ശ്വേതാ മേനോനൊക്കെ ഒരു പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ. അവരൊക്കെ ഇങ്ങനെയൊക്കെ ഈ 75 ലക്ഷം രൂപ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്പലത്തിനൊക്കെ സമീപിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ബാക്കിയുള്ള ആൾക്കാരത് ചോദ്യം ചെയ്യപ്പെടും. ഇതിപ്പോൾ നമ്മൾ കേട്ടോണ്ടിരുന്ന നമ്മൾ കണ്ടിരുന്ന വണ്ടടിക്കുക. പലരും ഇതിന് സാക്ഷിയാണ്. ഒരു സഹ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിന്റെ മേൽ മത തീവ്രവാദത്തിന്റെയും മതപരിവർത്തന ശ്രമങ്ങളെയും അദ്ദേഹം ആരോപിക്കുന്നത് ഞാൻ വ്യക്തിപരമായി കേട്ടും സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ആ അംഗത്തിനും അവരുടെ രണ്ടാനച്ഛനും തമ്മിലുള്ള അനാചാരപരമായ ലൈംഗിക ബന്ധമുണ്ടെന്ന തരത്തിലുള്ള സൂചനകളും ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുകയും അൻസിബയും അൻസിബയുടെ രണ്ടാനച്ഛനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ആരോപിച്ചിട്ടുണ്ടെന്ന്. എന്തുകൊണ്ട് ഇത്രയും സംഭവം അവിടെ നടന്നിട്ടും ഇയാൾക്കെതിരെ ആക്ഷൻ എടുത്തില്ല? ഇത് പോലീസ് കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഇതിൽ നിന്ന് പിന്മാറാൻ നിൽക്കരുത്.
അൻസിബയുടെ അടുത്ത് പറയണം. അൻസിബയ്ക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു മാസീവ് സപ്പോർട്ടുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊന്നും കിട്ടത്തില്ല. ഇപ്പോൾ ഈ ഒരു ഹൈപ്പിൽ നിൽക്കുന്ന സമയത്താണ് ഇതിൻ്റെ കുറേ പോകേണ്ടത്. ഇവരെ ഒന്നും ഒരിക്കലും വെറുതെ വിടരുത്. ഈ ടിനി ടോം എന്ന് പറയുന്നവനെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യുക, ഇവനെ എല്ലാ സിനിമയിൽ നിന്നും ബാൻ ചെയ്യുക. അല്ലെ തന്നെ ഇവനെ എങ്ങനെ ഒരു നടനെന്ന് വിളിക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറേ കോപ്രായങ്ങൾ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തുമ്മ നടക്കുന്ന ഇവനൊന്നും ഒരിക്കലും ഒരു നടനായിട്ട് ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുമോ? ഞാനൊന്നും ഒരു കാരണവശാലും ഉൾക്കൊള്ളുന്ന ആൾക്കാർ മേ ബി കാണുമായിരിക്കാം. പലതവണ ടിനി ടോം പറയുന്നുണ്ട് മമ്മൂട്ടിയായിട്ട് തന്നെ പടത്തിൽ കൊണ്ടുവന്ന മമ്മൂട്ടിയാണ്. എന്നാൽ ഈ പറയുന്ന മമ്മൂട്ടി ഒരു മുസ്ലിമായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഈ പറയുന്ന അൻസിബെ ഈ മുസ്ലിമിൻ്റെ പേരിൽ മേത്തച്ചി എന്നൊക്കെ വിളിച്ചിട്ട് കിടന്ന് ആക്ഷേപിച്ചും ആ ജാതിയെ കളിയാക്കുന്നുള്ള രീതിയിലുള്ള പല പരിപാടികളും ഈ പറയുന്ന ടിനി ടോമിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പം ഇയാളെ പോലുള്ള വ്യക്തിക്ക് അപ്പോൾ എങ്ങനെ മമ്മൂട്ടിയും ബഹുമാനിക്കാൻ പറ്റും? അതോ ഇനി മമ്മൂട്ടി ഭയങ്കര ഫേമസ് ആയതിൻ്റെ പേരിലാണോ? അല്ല, അറിയാൻ മേലാണ്ട് ചോദിക്കുക. ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടും. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ഇഷ്ടക്കുറവുണ്ടായിരുന്നു. അതിന് കാരണം അവളിലുള്ള പോരായ്മകളോ കുറ്റങ്ങളോ അല്ല, അവൾ ജനിച്ച ജാതിയുടെ പ്രശ്നമാണ്. ഇവിടെ ഞാനൊരു കാര്യം തുറന്നു പറയാം. ഒരുപക്ഷെ അൻസിബ പോലും അതറിഞ്ഞിട്ടുണ്ടാവില്ല. അമ്മയുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് അമ്മയുടെ ഒരു ഭാരവാഹിയും എന്റെ അടുത്ത സുഹൃത്തുമായ ഒരു നടൻ എന്നോട് വളരെ വിഷമത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അൻസിബയുടെ പേര് കണ്ടപ്പോൾ നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു നടൻ പറയുകയുണ്ടായി, ആ മേത്തച്ചിയുടെ പേര് അതിൽ നിന്നും വെട്ടിക്കളയുക. അവൾ മോഹൻലാലിന്, ബാക്കി ഞാൻ പറയുന്നില്ല, അത് അശ്ലീലമാണ്. ഇങ്ങനെ ഒരു ജാതി വിവേചന കമന്റ് ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇതറിഞ്ഞവരും ഇതാരാണ് എന്താണ് പറഞ്ഞതെന്ന് അറിയത്തില്ല. ജാതിയുടെ വിഷയം ടിനി ടോം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കേട്ടതാണ്. അതായത് സ്വന്തം ഡ്രൈവറെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നൊക്കെ ഈ പറയുന്ന ടിനി ടോം പറഞ്ഞ കാര്യം ഭയങ്കര എവിഡൻ്റ് ആണ്. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ആര് പറഞ്ഞു എന്നുള്ള രീതിയിൽ നമുക്കറിയത്തില്ല. പുള്ളിക്കാരൻ തുറന്ന് പറയുന്നുമില്ല. എന്തൊക്കെയായി കഴിഞ്ഞാലും എൻ്റെ ഒരു കണക്കൂട്ടൽ ഇതെല്ലാം ടിനി ടോമിൻ്റെ പരിപാടികളാണ്, അല്ല വേറെ ഒന്നും അല്ല. കാര്യം ടിനി ടോമിനെതിരെ അലിഗേഷൻസ് വന്നു തുടങ്ങിയത് ഇന്നും ഇന്നലെ ഒന്നും അല്ല, ഇത് സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു സ്ത്രീയെ വിളിക്കേണ്ട വാക്കുകളാണോ ഇതൊക്കെ? ഈ പ്രിയങ്ക എന്ന് പറയുന്ന നടി ഇപ്പോൾ എവിടെ പോയി? ഈ പരാതിക്കകത്ത് എഴുതി കൊടുത്ത കാര്യത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചോ? നിങ്ങൾ ഈ ആണുങ്ങൾ, അതിപ്പോൾ എത്ര വലിയ പെണ്ണുപിടിയനായിക്കോട്ടെ കള്ളുപിടിയനായിക്കോട്ടെ, ആണുങ്ങൾ എന്ത് തോന്നിവാസം ചെയ്ത് കഴിഞ്ഞാലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പ്രിയങ്ക ഇപ്പം കാണാൻ പറ്റുന്നത്. ആവാം അത്യാവശ്യം ഇപ്പോൾ രാഹുൽ ഈശ്വർ കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആരൊക്കെ പീഡിപ്പിച്ചോ അവരെ എല്ലാം തെരഞ്ഞു പിടിച്ച് പോയി സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന പരിപാടികൾ, അതൊക്കെ അത്യാവശ്യം നല്ല സപ്പോർട്ട് കിട്ടുന്ന കാര്യമാണ്. പക്ഷേ ഒരു സ്ത്രീകൾക്ക് ചേർന്നൊരു പരിപാടിയല്ല നിങ്ങളിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തോന്നിയാസമോ കാണിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല, അവരടിപൊളിയാണ്, പെണ്ണുങ്ങളെല്ലാം വെറും അങ്ങ് പന്ന സ്ത്രീകളാണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ഇപ്പം നിങ്ങൾക്കുള്ളത്. മായ ഒരുപാട് പേര് താരസംഘടനയിലുണ്ട്. അവിടെ തുടങ്ങിയതാണ് അൻസിബയ്ക്ക് നേരെയുള്ള ജാതി വിവേചനം. അൻസിബയ്ക്ക് നേരെ പിന്നെ അങ്ങോട്ട് ജിഹാദി, തീവ്രവാദി, മതം മാറ്റം നടത്തുന്നവൾ എന്നിങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി ഒറ്റപ്പെടുത്തലുകൾ ആരംഭിച്ചു. ഉത്തരേന്ത്യയിൽ അതാ ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന രീതിയിലൊക്കെ എന്തുകൊണ്ടാണ് നീയൊക്കെ മമ്മൂട്ടി ചെന്ന് പറയാത്തത്? നീയൊക്കെ വിവരം അറിയും. ആ മനുഷ്യൻ്റെ അടുത്തങ്ങനെ ചെന്നിട്ടുണ്ടല്ലോ, അങ്ങേർക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്. അയാൾക്ക് തോന്നുന്ന ആൾക്കാരോട് മാത്രമേ സംസാരിക്കൂ. ആ രീതിയിൽ മാത്രമേ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയാലും മെയിൻറ്റെയിൻ ചെയ്യത്തുള്ളൂ. അനാവശ്യ കാര്യങ്ങൾക്ക് പുള്ളി പോയി തലയിടാനോ ആവശ്യമില്ലാത്ത രീതിയിൽ ഓരോരുത്തരുടെ അടുത്ത് തല വയ്ക്കാനോ ആ പുള്ളി നിൽക്കത്തില്ല. നോ പറയേണ്ടടുത്ത് നോ പറയാൻ മമ്മൂക്കയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. മനസ്സിലായോ? നീ ഒന്നും ഒരിക്കലും മമ്മൂക്കയെ പറ്റിയിട്ട് കമാന്നൊരക്ഷരം മിണ്ടത്തില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മിണ്ടി കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ ഊപ്പാട് വരുത്തും. ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംസ്കാര ശൂന്യമായ ഇത്തരം വേർതിരിവുകൾ സംസ്കാര സമ്പന്നരെന്ന് ഊറ്റം കൊള്ളുന്ന സാംസ്കാരിക സംഘടനയിലെ കലാകാരന്മാർ പിന്തുടരുന്നു എന്നത് നമ്മുടെ ഇതാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത്. പുള്ളിയുടെ യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി അൻസിബയുടെ ഒരു വോയിസ് പുറത്തിങ്ങനെ നടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ഇത് അൻസിബ ഏതെങ്കിലും ഗ്രൂപ്പിലിട്ടതാണോ എന്താണോ എനിക്കറിയില്ല. ഞാൻ കണ്ടപ്പോഴത്തേക്ക് അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാൻ തോന്നിയിട്ട് ഞാൻ ആ വോയിസ് ഇവിടെ വയ്ക്കുകയാണ്. പക്ഷേ കേട്ടപ്പോൾ നമുക്ക് തന്നെ സങ്കടം വരുന്നത് ഉള്ള കാര്യം പറയാമല്ലോ. ഒരു പെൺകുട്ടിയെ എത്രത്തോളം അങ്ങ് നശിപ്പിക്കാവോ അതിൻ്റെ എക്സ്ട്രീം നശിപ്പിക്കുക. ഇനി ഇവരുടെയൊക്കെ വേറൊരു കളിയും കൂടെ ഉണ്ട് കേട്ടോ. സിനിമയിൽ നിന്നല്ല അങ്ങെടുത്ത് കളയാൻ വേണ്ടി നോക്കും. അങ്ങനെ ഒരു പരിപാടി ഇവർക്ക് സ്ഥിരമായിട്ടുള്ളതാണ്. ഇതെല്ലാം അൻസിബയുടെ വോയിസ് നോക്കാം. നമസ്കാരം, ഞാൻ അൻസിബയാണ്. പ്രിയപ്പെട്ട അംഗങ്ങളെ, എനിക്ക് ഇങ്ങനെ ഒരു ഓഡിയോ മെസ്സേജ് ഇടേണ്ട ഗതികേട് വരുത്തിയതാണ് എല്ലാരും കൂടെ. ഞാൻ വളരെ ധൈര്യത്തോടെ പൊതുസമൂഹത്തിൽ വന്ന് ഞാൻ നേരിട്ട ദുരനുഭവങ്ങൾ വിളിച്ചു പറയേണ്ട ഗതികേട് ഈ സംഘടനയാണ് ഉണ്ടാക്കിയത്. ഈ സംഘടനയിലുള്ള ആളുകളാണ് ഉണ്ടാക്കിയത്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്. എനിക്ക് അവിടുന്ന് ഒരു നീതി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പുറം ലോകത്ത് വന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ ആ പുറം ലോകത്ത് വന്ന് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സാക്ഷി പറയാൻ നീനക്കുറുപ്പ് ചേച്ചി വന്നു. നീനക്കുറുപ്പ് ചേച്ചിയുടെ പരാതിയിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. കേട്ടല്ലോ. അപ്പോൾ ഉള്ള കാര്യം തന്നെയാണ് നീനാക്കുറുപ്പ് പരാതി കൊടുത്തിരിക്കുന്നത്.
അമ്മയിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല എന്ന് അറിഞ്ഞതിൻ്റെ പേരിലാണ് പബ്ലിക്കിൽ, അതായത് മീഡിയയുടെ മുന്നിൽ ഈ ഒരു കാര്യം വന്ന് അൻസിബ വിളിച്ച് പറഞ്ഞത്. യാതൊരുവിധ തെറ്റുമില്ല. അമ്മയിൽ ടോപ്പായിട്ടിരിക്കുന്ന പ്രസിഡന്റ് ഉൾപ്പെടെ ബാക്കി ആരൊക്കെ ആയിക്കോട്ടെ, ഒരു പ്രയോജനമില്ല. നീയൊക്കെ ചുമ്മാ കയറി ആ ഒരു സ്ഥാനത്തിരിക്കുക. ഈ കൂട്ടായ്മയെ പിരിച്ചുവിട്. യാതൊരുവിധ ഗുണവും ഇല്ല. അല്ലെ കേരളത്തിലുള്ള ആൾക്കാർക്ക് എന്ത് ഗുണമുണ്ട് ഇവരുടെ ഈ ഒരു അസോസിയേഷൻകാരെ കൊണ്ട്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുള്ള് തകർന്ന് തരിപ്പണമായി കിടന്ന സമയത്ത് പോലും അൻസിബ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് കൂടെ നിന്നേക്കെ. പിന്നെ സിദ്ദിഖ് ഉണ്ടായിരുന്ന സിദ്ദിഖ് പിന്നെ പെണ്ണ് കേസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സിദ്ദിഖ് നൈസായിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു. എന്നിട്ടും ഒരാൾ എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നിട്ടും നമ്മുടെ അമ്മ സംഘടനയിലുള്ള ചില സ്ത്രീകൾ ടിനി ടോം ചേട്ടനെ സപ്പോർട്ട് ചെയ്തു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ, ആ സ്ത്രീയിൽപ്പെട്ട ഒരു സ്ത്രീയാണ് പ്രിയങ്ക. നമുക്ക് എല്ലാവർക്കും അറിയാൻ നടിയെ പറ്റി. ടിനി ടോം അങ്ങനെ പറയില്ല എന്നാണ് പറയുന്നത്. പറഞ്ഞു എന്ന് മറ്റൊരു സ്ത്രീ വളരെ വ്യക്തമായി ധൈര്യത്തോടെ വന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ എങ്ങനെയാണ് നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെ വെറും ഒരു പരദൂഷണം എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യത്തിന്റെ സത്യം അറിയാതെ എനിക്കെതിരെ പബ്ലിക്കലി പോയി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? ഒരു സ്ത്രീയല്ലേ വന്ന് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അതൊന്ന് റെസ്പെക്ട് ചെയ്തുകൂടെ? നിങ്ങൾക്ക് രണ്ടുപേരെയും കൂടെ അടുത്ത് പിടിച്ചെടുത്ത് നിങ്ങൾക്ക് സംസാരിക്കാമല്ലോ. ഇത് ആ കംപ്ലൈൻറ്റ് പോലും നിങ്ങൾ എടുത്ത് മൈൻഡ് ചെയ്യാതെ നിങ്ങൾ ഏതോ മായ ലോകത്ത് നടക്കുവാണ്. ശ്വേതാമേനോൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എന്ത് വിവാദങ്ങൾ, അത് നിങ്ങൾ കാണുന്ന കാഴ്ചപ്പാടിൻ്റെയാണ്. കണ്ണും കൊണ്ട് കണ്ടാലല്ല ഇതെടുക്കാൻ പറ്റുമെന്ന് വേറെ ഏതോ ഒരു പൊട്ടനെ അടുത്തിരുന്ന് പറയുന്നത് കേട്ട്. നിങ്ങൾക്കൊക്കെ പ്രശ്നം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിനാ ഇങ്ങനൊരു ഇത് കാണിക്കുന്നത്? ഇത് ഒരാളെ ഇങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങ് അടിച്ച് തകർത്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്നുണ്ട് അൻസിബ എടുത്ത്. അൻസിബ ഒറ്റയ്ക്ക് നിന്ന് എല്ലാം അതിൻ്റെ റിയൽ ഫേസ് കാണിച്ചു തന്നു. അൻസിബയ്ക്ക് ഒരു വലിയൊരു ഹാൻഡ്സ് ഓഫ് ആണ്. അൻസിബ ഒരു കാരണവശാലും ഇവിടെ തകർന്ന് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. മോഹൻലാലിനെ പോലെയുള്ളൊരു നടൻ്റെ കൂടെ അഭിനയിച്ച് ഏകദേശം 200 കോടി പുറത്ത് ആ പടത്തിന് ഇപ്പം എന്താ കളക്ഷൻ കഴിഞ്ഞ്. ദൃശ്യം 3 ആ മൂവി നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മാത്രമല്ല, മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ഉൾപ്പെടെ ചേർത്ത് ഈ അൻസിബയെ പറയുവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും അങ്ങേ അറ്റമാണ് ഇതൊക്കെ. അവരുടെ ഫാമിലിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. യവനെ ഒന്നും ഒരിക്കലും ഇവൻ്റെ ഒന്നും ഒരു പടങ്ങളും പോയി കാണല്ലേ ഈ ടിനി ടോം എന്നൊക്കെ പറയുന്നത്. എന്തും പടമില്ലാതെ വേറെ കാര്യം. കഷ്ടം തോന്നുന്നു. ഞാന് ഈ സംഘടന ഇനിയെങ്കിലും നന്നാവട്ടെ. ഒരിക്കലെങ്കിലും നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെയാണ് എപ്പോഴും നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. വ്യക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ പബ്ലിക്കലി വന്ന് പറയുന്നത്. പിന്നെ ടിനി ടോം ചേട്ടന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും വരില്ല എന്ന്. എന്തായാലും ഇത്രയുള്ള വോയിസ്. ടിനി ടോം ചേട്ടൻ്റെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ എങ്ങനെ വരത്തുള്ളൂ. അല്ലാതെ പഠിച്ചതെല്ലാം പാടാൻ പറ്റും, അല്ലാതെ നമുക്ക് വേറെ തിരുത്താൻ പറ്റത്തില്ലല്ലോ. എന്നാലും ഇത്രയും സംഭവങ്ങളാണ് അമ്മ അസോസിയേഷനിൽ നടക്കുന്നത്. കാര്യം അൻസിബയുടെ ഒരു ക്യാരക്ടർ എന്താണെന്ന് നമ്മൾ ബിഗ് ബോസ് സമയത്തെ കണ്ടതാണ്. പുള്ളിക്കാരത്തി പറയുന്ന നിലപാടിനകത്തോട്ട് തന്നെ ഉറച്ചു നിൽക്കും. ആ ഒരു സമയം തൊട്ടേ ജനങ്ങൾക്ക് അൻസിബയുടെ ഒരു ക്യാരക്ടർ മനസ്സിലായി കഴിഞ്ഞതാണ്. അപ്പം ഇനി അൻസിബ ഇത് കൂടുതൽ പ്രൂവ് ചെയ്യണമെന്നില്ല. ജനങ്ങൾക്ക് ഇതിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലായി. തീർച്ചയായിട്ടും അപ്പം ഇതിൻ്റെ ഈ പറയുന്ന ടിനി ടോമിനെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോവുക. യവനൊന്നും ഇനി ഒരിക്കലും ഒരു സ്ത്രീകളെ പറ്റി ഇമ്മാതിരി തോന്നിവാസങ്ങൾ പറയരുത്. അതേ കണക്ക് തന്നെ യവനെയൊക്കെ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന അമ്മയിൽ നിന്ന് ചവിട്ടി പുറത്താക്കുക. അതാണ് ചെയ്യേണ്ടത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.